ഞാൻ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇത് പറയാ. നമ്മളിപ്പോ എന്നും ഡെയിലി കുറെ ക്ലാസ്സുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് ജസ്റ്റ് കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് സിംറ്റം ഇങ്ങനെ പറയും. അത് നിങ്ങള് അപ്പൊ സിംറ്റം ജസ്റ്റ് ഇതില് സ്ലൈഡിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അപ്പോ എന്താണ് ഇതിന് ഏതാ മെഡിസിൻ എന്നുള്ളത് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടില്ല. ഫുള്ള് നമ്മൾ കീനോട്ട് മാത്രമാണ് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വെച്ചത്. അപ്പോ മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടില്ല. ആരും കീനോട്ട് വെച്ചിട്ട് ആൻസർ ചെയ്യരുത്. ഓൾമോസ്റ്റ് എല്ലാ ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആരും കീനോട്ട് വെച്ച് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യരുത്. അപ്പൊ അത് നമുക്ക് വലിയ യൂസ്ഫുൾ ആണ്. നമ്മുടെ മെമ്മറി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് ഒന്ന് ചിന്തിച്ചിട്ട് മെഡിസിൻ ടൈപ്പ് ചെയ്താൽ മതി. ചാറ്റ് ബോക്സ് എല്ലാവരും യൂസ് ചെയ്യുക. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ഈ ഓൺലൈനിൽ നിൽക്കുന്ന 117 ആൾക്കാർ ചാറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് മെഡിസിൻ കിട്ടുന്നുണ്ടോന്നൊന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് എക്സാമിൽ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാവുന്നില്ലത് അറിയാം. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എല്ലാം നമുക്ക് അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കൊടുത്തിട്ടുള്ളൂ. മെൻസസിന്റെ അതിനെ പറ്റിയിട്ടുള്ള വുമൻസ് ഡിസീസിന്റെ കുറച്ച് കാര്യങ്ങളായിട്ടുള്ള ആണ് ഈ സ്ലൈഡ്സിലൊക്കെ ഉൾപ്പെടുത്തിയത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് എല്ലാവരും ഒന്ന് എന്താണ് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ PPT ഞാൻ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഗ്രൂപ്പിലിടാം. അതുകൊണ്ട് ഇത് റെക്കോർഡിംഗ് കേൾക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇത് അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴുള്ളവര് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യുന്നതാണ് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. അല്ലാതെ പിന്നെ അതൊന്ന് ജസ്റ്റ് PPTയിൽ ആൻസർ കീ അവിടെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് നോക്കിയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗം കേട്ടോ. ഇത് 2 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. റൈറ്റ് സൈഡ് ഒരു ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് സൈഡ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഫുൾ പറയുന്ന വുമൻസ് ഡിസീസിൽ ഫസ്റ്റ് എല്ലാം പറയണ മെൻസസ് ഏർലി പ്രൊഫ്യൂസ് ലോങ് ലാസ്റ്റിംഗ്. അപ്പൊ അതിലെ മെൻസസ് ടു ഏർലി ടു പ്രൊഫ്യൂസ് പ്രിസീഡിംഗ് ബൈ അത് നമ്മളതിനൊരു ഇത് പറയണത് ആക്രിഡ് മേക്ക് തൈ സോർസ്. തൈ ഇത് ഭയങ്കര സോറായിട്ടുള്ള ഫീൽ ഉണ്ടാവാം. പിന്നെ കോപ്പിയസ് അറ്റ് നൈറ്റ് വെൻ സിറ്റിംഗ്. അതിൽ സിംഗമറ്റ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തൊരു മെഡിസിന്. അതിന്റെ കൂടെ തന്നെ മെൻസസിന്റെ കൂടെ ടൂത്ത് ഏക്ക്, കോളിക്, സാഡ്നസ്, പിന്നെ തൈസിലൊരു ഫാറ്റീഗ് പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ യോണിങ്, ചില്ലിനെസ്, ഇത്രയും സിംറ്റംസ് പറയുന്നത്. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യായിരിക്കും നന്നാവുക. കാരണം എല്ലാരും കൂടി മൈക്ക് യൂസ് ചെയ്താൽ ബുദ്ധിമുട്ടാണ്. ആൻസർ വന്നിട്ടുണ്ട് അമോണിയം കാർബ്. അപ്പൊ അത് മതി, നമുക്ക് വിടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇങ്ങനെ ബുദ്ധിമുട്ടില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാണ്. അതിന്റെ കൂടെ തന്നെ അമോണിയം കാർബായിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ അതേപോലെ തന്നെ വരുന്ന മെഡിസിൻ ആണ്. ഗേൾസ് ഫ്ലഷി പെദോറി ഗ്രോ ടു റാപ്പിഡ്ലി, മെൻസ്ട്രേഷൻ ഏർലി പ്രൊഫ്യൂസ് ലോങ് ലാസ്റ്റിംഗ്. അതിന്റെ കൂടെ തന്നെ സബ്സീക്വന്റ് അമിനോറി. ഇപ്പൊ നമ്മൾ മെൻസ് പറഞ്ഞ അതേപോലെ തന്നെ സബ്സീക്വന്റ് അമിനോറി ഉണ്ടാവും. ആ അമിനോറിന്റെ കൂടെ ക്ലോറോസിസ് അല്ലെങ്കിൽ പിന്നെ ഫീറ്റ് ഹാബിച്വലി കോൾഡ് ആൻഡ് ഡാം ആസ് ഇഫ് ദേ ഹാഡ് ഓൺ കോൾഡ് ഡാം സ്റ്റോക്കിംഗ്. അതൊക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്. കണ്ടിന്യൂലി കോൾഡ് ഇൻ ബെഡ്. അതേപോലെ ലീസ്റ്റ് മെന്റൽ എക്സൈറ്റ്മെന്റ് കോസസ് പ്രൊഫ്യൂസ് റിട്ടേൺ ഓഫ് ദി മെൻസ്ട്രൽ ഫ്ലോ. അതാണ് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. ആൻസർ വന്നിട്ടുണ്ട് കാൽക്കേരിയ കാർബ്. ബ്രാക്കറ്റിലുള്ള മെഡിസിനും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. സൾഫർ ട്യൂബർക്കിളിനാണ് ബ്രാക്കറ്റിലുള്ള മെഡിസിൻ വരുന്നത് കേട്ടോ. ആ ലീസ്റ്റ് മെന്റൽ എക്സൈറ്റ്മെന്റ് നിലയിൽ ഇങ്ങനെ പോകുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഫോളോ ചെയ്യില്ലേ? കാൽക്കേരിയ കാർബ് ആൻസർ വന്നിട്ടുണ്ട്. അപ്പൊ ഓക്കെ കേട്ടോ. ഇനി മൈക്ക് ആദ്യം ഓൺ ചെയ്യേണ്ടതാണ് എന്റെ ഒരു ഇത്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി മൈക്ക് ഓൺ ചെയ്താലേ ഒന്നും കിട്ടൂല. ചാറ്റ് ബോക്സ് ആകുമ്പോൾ എനിക്ക് നോക്കാൻ യൂസ് ചെയ്യണം. First question, menses early to profuse black and clotted membranous menses എന്ന് പറയുന്നുണ്ട്. better during flow. അതിൽ നമ്മൾ പറയുന്നുണ്ട് വേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിയ പൾസേരിലെ പറയുന്നത്. പക്ഷെ ബെറ്റർ ഡ്യൂറിംഗ് ഫ്ലോ എന്ന് പറയുന്നത് കുറെ മെഡിസിൻസ് ഉണ്ട്. പക്ഷെ ഇങ്ങനെ കീനോട്ടിൽ മെംബ്രേനസ് ക്ലോട്ടഡ് മെൻസസ് ബെറ്റർ ഡ്യൂറിംഗ് ഫ്ലോ എന്ന് പറഞ്ഞത്. ലാക്കസിസ് അല്ലാതെ ലാക്കസിസ് ഓക്കെ. പക്ഷെ ലാക്കസിൽ ഇങ്ങനെ ബ്ലാക്ക് സൈക്ലാമൻ. സുചിത്ര ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സൈക്ലാമൻ. ആൻസർ തന്നെയാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിൽ പോവാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മെൻസസ് ടു ലോങ് ടു പ്രൊഫ്യൂസ് ടു ലോങ് ലാസ്റ്റിംഗ് വിത്ത് ഫെയറി റെഡ് ഫേസ്. അതാണ് അതിൽ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ റിംഗിങ് ഇൻ ഇയേഴ്സ് ക്യാരക്ടറിസ്റ്റിക് ആണ്. ഇൻ ദ മിഡ്സ് 2 or 3 days വിൽ ആൻഡ് ദെൻ റിട്ടേൺ. 2 or 3 days കഴിഞ്ഞിട്ട് വീണ്ടും റിട്ടേൺ ചെയ്യും. ആൻസർ വന്നിട്ടുണ്ട് ഫെറമെറ്റ്. ഫ്ലോ പെയിൽ വാട്ടറി ഡെബിലിറ്റേറ്റിംഗ് ഒക്കെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട്. അപ്പോ ഫെറമെറ്റ് കേട്ടോ.
ഇനി അടുത്ത ക്വസ്റ്റ്യന് ഒന്നുകൂടി എന്താണ്, ഈ നമ്മളിപ്പോ എല്ലാം പറയുന്ന എല്ലാം കാറ്റഗറി തന്നെയാണ് കേട്ടോ. മെൻസസ് ടു ഏർലി, ടു പ്രൊഫ്യൂസ്, ടു ലോങ് ലാസ്റ്റിംഗ് നിലയിലെ തന്നെയാണ് അതിന് പറയുക. അതിന് കൂടെ ഫ്രം യൂട്രൈൻ അറ്റോണി ഇൻ വുമൺ enfeebled by loss of blood. അതിന് കൂടെ when patient lost more blood than made in intermenstrual period. നമ്മൾ ആ ഇന്റർമെൻസ്ട്രൽ പീരീഡിൽ ഉണ്ടാക്കിയ ബ്ലഡിനേക്കാൾ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അതിന് കൂടെ ബ്രസ്റ്റ് സ്വോളൻ, നിപ്പിൾ പെയിൻഫുൾ ആൻഡ് ടെൻഡർ, ബ്രാക്കറ്റിൽ കൊണിയം ലാക്കനൈൻ ഉണ്ട്. ഫ്ലോ പാസീവ്, ഡാർക്ക്, ക്ലോട്ടഡ്, ഒഫൻസീവ് ബ്ലഡ് ആയിരിക്കും. യൂട്രൈൻ അറ്റോണി കൊണ്ടാണ് കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക എന്ന് പറഞ്ഞത്. ഹാസ്റ്റേറിയ റുബെൻസിസ് അല്ല. ഏത് നമ്മൾ പോയി കുറച്ച് മാറി ചിന്തിച്ചോളൂ. എല്ലിലേക്ക് എത്തിയിട്ടില്ല. ഒരു ഡോക്ടർ ഇട്ടിട്ടുണ്ട്, ഹെലോണിയസ്, അതാണ് അത് വന്ന്. അപ്പൊ ഇനി അടുത്ത കേട്ടോ, menses flow and dark profuse with a soreness in abdomen and after a blow on ovary or a fall. All suffering was at menstrual period. സാധാരണ ആക്ടിയ പൾസറിലൊക്കെ പറയുന്ന പോലെ തന്നെ ഓൾ സഫറിങ്സ് വേഴ്സ് പറയുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ മെൻസസ് ഭയങ്കര പ്രൊഫ്യൂസ് ആയിരിക്കും. സോർനെസ് ഇൻ അബ്ഡോമൻ ആഫ്റ്റർ എ ബ്ലോ ഓൺ ഓവറി, എന്നിട്ട് ഒരു ഫാള് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടിയതിന് ശേഷം ഭയങ്കര സോർനെസ് പറയുന്നുണ്ട്. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ചെയ്യാത്ത മെഡിസിൻ ആണ്. കുണിയല്ല ഡോക്ടറെ. ബ്ലീഡിങ് റെമഡിയാണ്. ഇതിന്റെ ഡോക്ടർ ഇട്ടുണ്ട്, ഹമാമിലിസ് ആണ്. കുറച്ച് പേരിട്ടുണ്ട്. അടുത്തത് ടു ഏർലി പ്രൊഫ്യൂസ് പ്രൊട്രാക്റ്റഡ് പെയിൻ ഡ്യൂറിങ് ബട്ട് വേഴ്സ് ആഫ്റ്റർ. പെയിൻ ഡ്യൂറിങ് ആണ് പെയിൻ, പക്ഷെ ആഫ്റ്റർ കുറച്ചും കൂടി വേഴ്സ് ആണ്. ഫ്ലോ ഓൺലി ഓൺ ലൈൻ and ceases on sitting or walking about. അതിൽ നമ്മൾ പറയുന്നത് കോൾഡ് ഡ്രിങ്ക്സ് റിലീവ് മെൻസ്ട്രൽ പെയിൻ എന്നല്ല നമ്മൾ ക്യാരക്ടറായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഫ്ലോ ഇന്റർമിറ്റ് അറ്റ് ടൈംസ് ആൾമോസ്റ്റ് സീസിങ് ദെൻ കമൻസിങ് അഗൈൻ. സൾഫറിൽ ഇതേപോലെ തന്നെ പറയുന്നത് ഫ്ലോ നിന്നു നമ്മൾ വിചാരിക്കും, പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അതേപോലെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യും. ക്രിയോസ് ആൻസർ വന്നിട്ടുണ്ട്. ഇനി അടുത്തതാകുമ്പോ ഒന്നും എന്താണ് അതേപോലെ തന്നെ പറയണത് ടു ഏർലി ടു പ്രൊഫ്യൂസ് മെൻസസ്. അതിനെ കൂടെ ഗഷ്യസ്, ബ്രൈറ്റ് റെഡ്, വിസിഡ് ആൻഡ് സ്ട്രിഞ്ചി മെൻസസ് ആയിരിക്കും. ബ്ലാക്ക് സ്ട്രിഞ്ചി ആണെന്നുണ്ടെങ്കിൽ ക്രോക്കസറ്റേഴ്സ് പറയണ പോലെ ബ്രൈറ്റ് റെഡ്, വിസിഡ്, സ്ട്രിഞ്ചി. അതിന്റെ കൂടെ തന്നെ മെൻസസിന്റെ കൂടെ ബ്രസ്റ്റ് സ്വോളൻ, പെയിൻഫുൾ, സെൻസിറ്റീവ്, ബിഫോർ ആൻഡ് ഡ്യൂറിങ്. ഹൈഡ്രാസ്റ്റിസ് അല്ല. ലാക്കനൈനോ, ലാക്കനൈനാണ് ആൻസർ. ഈ ഒറ്റ വേർഡിൽ നോക്കാം. മെൻസസ് ഏർലി പ്രൊഫ്യൂസ് പ്രൊട്രാക്റ്റഡ് സപ്രസ്ഡ് വിത്ത് കോളിക് പെയിൻ ഇൻ അബ്ഡോമൻ. കോളിക് പെയിൻ ഇൻ അബ്ഡോമൻ ആവുന്ന സമയത്ത് മെൻസസ് സപ്രസ്ഡ് ആവും. അതായത് നല്ല പെയിൻ ഒരു സമയത്ത് മെൻസസ് ഉണ്ടാവില്ല, പക്ഷെ അല്ലാത്ത സമയത്ത് പ്രൊട്രാക്റ്റഡ് ആയിട്ടുള്ള മെൻസസ്. MP മാക്ഫോസ് ആണ് ഉദ്ദേശിച്ചത്, മാക്ഫോസ് അല്ല. എമ്മിൽ തന്നെയാണ്. മില്ലിഫോളിയം. മില്ലിഫോളിയത്തിൽ ക്യാരക്ടർ പറയണത് കോളിക് പെയിൻ ഇൻ അബ്ഡോമൻ ഉണ്ടാവുന്ന സമയത്ത് സപ്രസ്ഡ് മെൻസസ് ആയിരിക്കും, അല്ലെങ്കിലും പ്രൊഫ്യൂസ് ആയിട്ടുള്ള മെൻസസ് ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് പറയുന്ന മെഡിസിൻ ആണ്. എ പ്രൊഫ്യൂസ് ടു ലോങ് കീപ്പിംഗ് ഓൺ സെവറൽ ലോങ്ങർ വിത്ത് കംപ്ലൈൻസ് അറ്റ് ഓൺസെറ്റ് ആൻഡ് റിമൈനിങ് ആഫ്റ്റർ. തുടക്കം മുതൽ ഒടുക്കം വരെ പീരിയഡ്സ് പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എവറി 2 വീക്സിൽ മെൻസസ് ഉണ്ടാവും. പിന്നെ ഇറഗുലർ, നെവർ അറ്റ് റൈറ്റ് ടൈം, സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിംഗ് അഗൈൻ. ബ്രാക്കറ്റിൽ സൾഫർ പറയുന്നുണ്ട്. അതേപോലെ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അഗ്രവേഷൻ ഓഫ് ഓൾഡ് സിംറ്റം. നമ്മൾ എപ്പോഴും പറയുന്ന മെഡിസിൻ. നെക്സോമ. നെക്സോമ ഒരു ഡോക്ടർ ഇട്ടുണ്ടായിരുന്നു, വേറെ ആരൊക്കെയോ കുറെ ഇട്ടല്ലോ.
നെക്സ്റ്റിൽ ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ അഗ്രവേഷൻ ഓഫ് ഓൾഡ് സിംറ്റം. ബാക്കി എല്ലാ സിംറ്റംസും മെൻസസിന്റെ സമയത്തും അതിന് തൊട്ടതായിട്ടും ബാക്കി എല്ലാ സിംറ്റത്തിനും അഗ്രവേഷൻ ഉണ്ടാവും. ഇനി അടുത്തത് പറയുന്നത് ടു ഏർലി ടു പ്രൊഫ്യൂസ് ടു ലോങ് ലാസ്റ്റിംഗ് മെൻസസ്. അതിന്റെ ഡാർക്ക് ക്ലോട്ടഡ് ഒഫൻസീവ് വിത്ത് ബിയറിംഗ് ഡൗൺ സ്പാസം, പെയിൻ ഇൻ യൂട്രസ് വിത്ത് ട്വിച്ചിങ്, ജനൈറ്റൽ സെൻസിറ്റീവ് ആയിരിക്കും. സെൻസിറ്റീവ്നെസ് ആണെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എടുത്തു പറയണത്. അതിന്റെ കൂടെ തന്നെ ബാക്കി ഈ ബ്ലീഡിങ് ക്യാരക്ടേഴ്സ് ഒക്കെ പറയും. റെമഡി വന്നിട്ടുണ്ട് പ്ലാറ്റിന. ഓക്കെ. പിന്നെ അടുത്തത് ടു ഏർലി ടു പ്രൊഫ്യൂസ് മെൻസസ്. ഇതൊക്കെ പറയുന്നത് സാഡ്നെസ് ബിഫോർ മെൻസസ്, പെയിൻ ഇൻ മാലാർ ബോൺസ് ഡ്യൂറിങ്. അത്രയും മതി, അവിടെ കിട്ടും അല്ലേ? ഇട്ടുണ്ട്, സ്റ്റാനമെറ്റ് ഉണ്ട്. ഓക്കെ, ബോറടിക്കണമെന്നില്ലല്ലോ കീഴിലായിട്ട്. വെറുതെ ഇങ്ങനെ കുറച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിട്ടതാട്ടോ. ഇങ്ങനെ കിട്ടുമെന്നല്ല, ഇങ്ങനെ നമ്മളൊന്ന് നോക്കുമ്പോൾ. ഇനി അടുത്തത് മെൻസസ് ഇറഗുലർ ഏർലി പ്രൊഫ്യൂസ് പ്രൊട്രാക്റ്റഡ് ലാർജ് ക്ലോട്ട്സ്. ഇതിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നമുക്ക് കുറെ തന്നെയാണ് ഇതിന്റെ സിംറ്റംസ് കിട്ടും. വീക്ക്നെസ് ഉണ്ട്, എന്നാലും ഈ ഒരു ഇതില് പ്രൊഫ്യൂസ് പ്രൊട്രാക്റ്റഡ് ലാർജ് ക്ലോട്ട്, മ്യൂറക്സ്. ഞാൻ ഒരു ഡോക്ടർ ഇടുമ്പോൾ തന്നെ ആൻസർ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരും കുറച്ച് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഇനി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാം ശരിക്കും. അതിന് ആൻസർ മ്യൂറക്സ് ആണ്. ഇനി അടുത്തത് ടു ഏർലി ടു പ്രൊഫ്യൂസ് പ്രൊട്രാക്റ്റഡ് മെൻസസ് 8, 10, even 15 days. Tardy in starting. First day merely a show. Second day colic, vomiting, hemorrhage with large clots. Each alternate period profuse more. Hemorrhage or delay menses. Uterine inertia, exhaustion, scarcely recovered. അതെല്ലാവരും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ലാബ്സ് തന്നെയാണ്. അതിന് കോമൺ ആയിട്ട് പറയുന്നത് തന്നെയല്ല. ഓക്കെ. ഇനി അടുത്തത് മെൻസസ് ടു ഏർലി ടു പ്രൊഫ്യൂസ് ടു ലോങ് ലാസ്റ്റിംഗ്. ടാർഡി ഇൻ സ്റ്റാർട്ടിംഗ് മെറ്റീനെ പോലെ തന്നെ വിത്ത് ഫ്രൈറ്റ്ഫുൾ ഡിസ്മെനോറിയ ഇൻ പേഷ്യൻസ് വിത്ത് ട്യൂബർക്കുലർ ഹിസ്റ്ററി. എന്താണ് നമ്മളതിൽ ക്യാരക്ടർ ആയിട്ട് പറയണം. ട്യൂബർക്കുലാണ്. പിന്നെ ഫ്രൈറ്റ്ഫുൾ ഡിസ്മെനോറിയ എന്നുള്ളതും വിത്ത് ട്യൂബർക്കുലർ ഹിസ്റ്ററി എന്നുള്ളതും നോട്ട് ചെയ്തു. പിന്നെ അടുത്തത് മെൻസസ് പ്രൊഫ്യൂസ് എവറി 2 weeks ലാസ്റ്റിംഗ് എ വീക്ക് ഓർ എ ലോങ്ങർ. ആഫ്റ്റർ ഓവർ എക്സേഷൻ ഓർ ടു ലോങ് എ റൈഡ്. അതിനുശേഷമാണ് കൂടുതലായിട്ട് വരിക എന്ന് പറയുന്നത്. ലാസ്റ്റിംഗ് എ വീക്ക് ഓർ ലോങ്ങർ. അതിന് എവറി 2 weeks മെൻസസ് തന്നെ സാധാരണ പറയുന്നു മെഡിസിൻ. ട്യൂബർക്കുലിനും വിട്ട് അടുത്തത് ആരുല്ലേ? ട്രിലിയം. എന്റേത് ലാബ് അതൊന്ന് ചെക്ക് ആണെന്ന്. ട്രിലിയാണ് ആൻസർ. ഇനി കുറച്ച് ഇപ്പൊ നമ്മളൊക്കെ പറഞ്ഞതൊക്കെ ടു പ്രൊഫ്യൂസ് ടു ലോങ് ലാസ്റ്റിംഗ് എന്നുള്ളത്. അത് കഴിഞ്ഞ അടുത്തൊരു വേറെ ഒന്ന് പറയാം, മെൻസസ് സപ്രസ്ഡ് ഡിലേഡ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമിനോറിയ. ആ ഒരു കാറ്റഗറിയിലുള്ള കുറച്ച് ആൾക്കാരാണ്. അമിനോറിയ ഇൻ പ്ലതോറിക് യങ് ഗേൾസ് ആഫ്റ്റർ ഫ്രൈറ്റ് ടു പ്രിവെന്റ് സപ്രഷൻ ഓഫ് മെൻസസ്. ക്യാരക്ടറിസ്റ്റിക് ടു ഫ്രൈറ്റ്. ആൻസർ വന്നു അക്കോണായിട്ട്. ഓക്കെ, ആരോ ഒരാൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ ആൻസർ വന്നിട്ടുണ്ടായിരുന്നു. അമിനോറിയ ഇൻ യങ് ഗേൾസ് വിത്ത് ബ്ലോട്ടിംഗ് ഓർ ഡ്രോപ്സിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് അബ്ഡമൻ ആൻഡ് എക്സ്ട്രിമിറ്റീസ്. ആൻസർ അപ്പോസൈൻ ആണ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത മെൻസസ് ഫീബിൾ സപ്രസ്ഡ് ടു ലേറ്റ് സ്കാൻഡി ഓർ ഷോർട്ട് ഡ്യൂറേഷൻ with a rash of small red pimples over body which ceases with a flow. Stopped by taking cold, by putting hands in cold water. Lac ഡിഫ്ലോറൈറ്റും പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തില്. എല്ലാരും ഡൾ ക്യാമറ ഇട്ടോ. ഡൾ ക്യാമറ വിത്ത് റാഷ് ഓഫ് പിമ്പിൾസ് ഉള്ളത് കണ്ടിട്ടായിരിക്കും അല്ലെ? പക്ഷെ ഇത് കൊണിയത്തിലല്ല, ഇങ്ങനെ തന്നെ പറയുന്നത് കൊണിയത്തിലാണ്.
കോണിയാണ്. പിന്നെ അടുത്തത് അമിനോറിയ വിത്ത് കറ്റാര സിംറ്റംസ് ഓഫ് ഐസ് ആൻഡ് നോസ്, പ്രൊഫ്യൂസ് ആക്രിഡ് ലാക്രിമേഷൻ. യൂഫ്രേഷ്യ. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് വെച്ചാല് മെൻസസ് ഇറഗുലർ എക്സോസ്റ്റിംഗ് ആകുമ്പോൾ അതിന് കൂടെ അലുമിന കോക്കുലസ് വരുന്നുണ്ട്. ഡിലേഡ് ഓർ സപ്രസ്ഡ് ബൈ മെന്റൽ ഇമോഷൻ, ഫ്രം ഫ്രൈറ്റ്, ഫ്രം ഫീവർ എന്നൊക്കെ ഡിലേഡ് ആവാം, അല്ലെങ്കിൽ സപ്രസ്ഡ് ആവാം. വിത്ത് കോറിയ, ഹിസ്റ്റീരിയ ഓർ മാനിയ. അതിന്റെ കൂടെ ഇൻക്രീസ് ഓഫ് മെന്റൽ സിംറ്റംസ് ഡ്യൂറിങ്, അതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്. ആക്ടി തന്നെയാണ്. ഓക്കെ. ആക്ടിയ റെസിമോസ. ഇനി അടുത്ത് മെൻസസ് പെയിൻഫുൾ റെഗുലർ നൗ ലാസ്റ്റിംഗ് ഓൺലി 1 hour ഓർ ലേറ്റ് സ്കാൻഡി ഷോർട്ട് ലാസ്റ്റിംഗ് ഓൺലി 1 day. ഓൺലി 1 day അല്ലെങ്കിൽ 1. ആൻസർ വന്നിട്ടുണ്ട് യൂഫ്രേഷ്യ. Next, menses too scanty, pale, late with violent colic, irregular, delayed from getting feet wet. പൾസാറ്റിലിന്റെ പോലെ തന്നെ പറയുന്ന ഒരു ഇതാണ് സ്കാൻഡി, പെയിൽ ആയിട്ട്, പക്ഷെ അതിന്റെ കൂടെ ലേറ്റ് ആണെങ്കിലും വയലന്റ് ആയിട്ട് കോളിക് ഉണ്ടാവും. ആൻസർ ഗ്രഫൈറ്റിസ് ആണ്. ഓക്കെ, 3 പേരിട്ടുണ്ട്. ഇനി അടുത്തത് മെൻസസ് അറ്റ് റെഗുലർ ടൈം, ടു ഷോർട്ട്, സ്കാൻഡി, ഫേബിൾ, പെയിൻ, ഓൾ റിലീവ്ഡ് ബൈ ദി ഫ്ലോ, ഓൾവേസ് ബെറ്റർ ഡ്യൂറിംഗ് മെൻസസ്. യെസ്, ലാക്കസിസ് ആണ്. നമ്മൾ സാധാരണ പറയുന്ന സിംറ്റംസ് തന്നെ ലാക്കസിസ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ ഇടട്ടെ. മെൻസസ് ഡിലേഡ് സപ്രസ്ഡ് ബൈ പുട്ടിംഗ് ഹാൻഡ്സ് ഇൻ കോൾഡ് വാട്ടർ. നമ്മൾ കുണിയത്തിൽ പറഞ്ഞ പോലെ തന്നെ കോൾഡ് വാട്ടറിൽ ഹാൻഡ് ഇട്ടിട്ടാണ് സപ്രസ് ആയിപ്പോയത്. അതേപോലെ ഡ്രിങ്കിങ് എ ഗ്ലാസ് ഓഫ് മിൽക്ക് വിൽ പ്രോംപ്റ്റ്ലി സപ്രസ് ഫ്ലോ അണ്ടിൽ നെക്സ്റ്റ് പീരിയഡ്. യെസ്, ലാക്ക് ഡിഫ്ലോറേറ്റഡ് അല്ലേ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻസസ് ഏർലി, സ്കാൻഡി, ഡാർക്ക്, ഒഫൻസീവ് ആണ്. ഫ്ലോ ഓൺലി വെൻ മൂവിംഗ് അബൌട്ട്. Cease to flow when she ceased to walk. ആൻസർ ഒരാൾ ഇട്ടിട്ടുണ്ട്. ലിലിയൻഡിക്കാണ്. അപ്പൊ അതിൽ കമ്പയർ ചെയ്ത് പറയുന്നത് കോസ്റ്റിക്കും ഇതേപോലെ തന്നെയാണ്. പക്ഷെ ഓൺലി വെൻ ലൈൻ ഡൗണിൽ മാത്രം ഉള്ളതാണെങ്കിൽ ക്രിയോസും മാക്കാർബും അല്ലെ. Next question. Suppressed menses in young girls. Suppressed menses in young girls. അതിന് ബ്രാക്കറ്റിൽ പറയുന്ന മെഡിസിൻസ് പൾസാറ്റിൻ, ട്യൂബർകുലിൻ. ആൻസർ എല്ലാം വിവിധ തരത്തിലെ ആൻസറുകളാണല്ലോ വരുന്നത്. എല്ലാത്തിലും ഉണ്ടാവും ചിലപ്പോ ഇങ്ങനെ. പോഡോഫിലാണ്. കീനോട്ടില് ഞാൻ പോഡോഫിലെത്തുന്നതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വുമൺ inclined to be fleshy with scanty and protracted menstruation. ഗ്രഫൈറ്റിസ് ആണ് ബ്രാക്കറ്റിൽ മെഡിസിന്. അപ്പൊ അത് ഏതിലാണ് പറഞ്ഞത് എന്നുള്ളതാണ് നോക്കണം. വുമൺ inclined to be fleshy with scanty protracted menstruation. ആൻസർ പൾസാറ്റിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. derangement at puberty, menses suppressed from getting feet wet, പിന്നെ too late, scanty, slimy, painful, irregular, intermittent flow with evening chilliness. അതിന്റെ കൂടെ തന്നെ ഗ്രേറ്റ് റെസ്റ്റ്ലെസ്നെസ്, ടോസിങ് അബൌട്ട്, മാക്കാർബൊക്കെ വരുന്നുണ്ട്. അതിന്റെ ആൻസർ പൾസാറ്റിലാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഡിലേഡ് ഫസ്റ്റ് മെൻസ്ട്രേഷൻ എന്നൊക്കെ പറയണ പൾസാറ്റിലാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് നോക്കണേ ഡിസ്മെനോറിയ ഉള്ളൊരു കാറ്റഗറി. അതിൽ കുറച്ച് ആൾക്കാർ നോക്കണം. ഡിസ്മെനോറിയ, ഫ്ലോ ബ്ലാക്ക്, സ്ട്രിഞ്ചി, ക്ലോട്ടഡ്. എസ്റ്റിലാഗോ കൊടുത്ത ബ്രാക്കറ്റില് ഫ്ലോ സ്ട്രിഞ്ചി ക്ലോട്ടഡ് ഒക്കെ ആയിട്ടില്ല പറയണേ. ആൻസർ ക്രോക്കസ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോട്ടെ. ഡിസ്മെനോറിയ വിത്ത് വൊമിറ്റിംഗ് ആൻഡ് പർജിങ്, എക്സോസ്റ്റിംഗ് ഡയേറിയ വിത്ത് കോൾഡ് സ്വെറ്റ്. ബ്രാക്കറ്റിലെ അമോണിയം കാർബ് ബൂസ്റ്റ പറയുന്നുണ്ട്. അതേപോലെ സോ വീക്ക് സ്കേഴ്സ്ലി സ്റ്റാൻഡ് വരുന്നുണ്ട്.
വേറൊന്നും തന്നെയാണ്. അപ്പൊ അതില് ബ്രാക്കറ്റിലുള്ള മെഡിസിൻ കൊണ്ട് ആലോചിക്കുക. അലുമിന, കാർബോ, ആനിമാലിസ്, കോക്കുലസ്. ഇത്രയും അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റും കൂടി കീനോട്ട് ആകുമ്പോൾ നമുക്ക് അതും കൂടി വേണമല്ലോ. ഓക്കെ, വെറേറ്റർ വന്നു. ഇനി കുറച്ച് മെനറേജിയ, മെട്രേജിയയിലുള്ള കുറച്ച് ആൾക്കാർ നോക്കണേ. മെട്രേജിയ കണ്ടിന്യൂഡ് പരോക്സിസമൽ ഫ്ലോ, ഫ്ലൂയിഡ് ഓർ ക്ലോട്ടഡ്. അതിന്റെ കൂടെ തന്നെ മെനറേജിയന്റെ കൂടെ തന്നെ നോസിയ ഉണ്ടാവും, വൊമിറ്റിംഗ്, പാൽപിറ്റേഷന്, പൾസ് ഒക്കെ നോക്കുമ്പോൾ ക്യുക്ക് ഫീബിൾ അങ്ങനത്തെ പൾസ്, വൈറ്റൽ ഡിപ്രഷൻ ഉണ്ടാവും, ഫെയിന്റിങ്. പിന്നെ നമ്മൾ വെൻ റൈസിങ് ഹെഡ് ഫ്രം പില്ലോ എന്നൊക്കെ പറയുന്നത്. ആൻസർ അപ്പോസൈൻ ആണ്. അപ്പോസൈനെ നമ്മൾ ഞാൻ അത്രയും ആലോചിക്കാത്ത മെഡിസിൻ ആണ് അപ്പോസൈനത്തിൽ കേട്ടോ. പിന്നെ മെട്രേജിയ ഇൻ യങ് വിഡോസ് ഇൻ സ്റ്റെറിലിറ്റി വിത്ത് നെർവസ് എറിത്തിസം അറ്റ് ചേഞ്ച് ഓഫ് ലൈഫ്. അർജന്റീനൈട്രിക് ആണ് കേട്ടോ. അർജന്റീനൈട്രിക്കത്തിലല്ല, നമ്മൾ ഈ നെർവസ് എറിത്തിസം അറ്റ് ചേഞ്ച് ഓഫ് ലൈഫ് ലാക്കസിസ് ആണ് ബ്രാക്കറ്റിൽ പറയുന്നത്. അർജന്റീനൈട്രിക്കത്തിലാണ് ഇത് പറയുന്നത്. ഇനി അടുത്തത് മെട്രേജിയ അറ്റ് ക്ലൈമാക്ട്രിക്, പ്രൊഫ്യൂസ് ഫോർ വീക്സ്, ഫ്ലോ ഡാർക്ക് ക്ലോട്ടഡ്, ഒഫൻസീവ്, ഇൻ ഗഷ്യസ്, ഓൺ മൂവിങ്, വിത്ത് മാലിഗ്നന്റ് ഡിസീസ് ഓഫ് യൂട്രസ്. മെഡോറിനാണ്. രണ്ടാൾക്കാർ മെഡോറിനായിട്ടുണ്ട്, പിന്നെ ഡിഫറെന്റ് ആയിട്ടാണ് വന്നത്. മെഡോറിനത്തിലാണ് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത മെനറേജിയ ഡ്യൂറിംഗ് ക്ലൈമാക്ട്രിക് ഇൻ വുമൺ ഹു ഫോർമലി അബോർട്ടഡ് വിത്ത് ഏർലി ഫസ്റ്റ് മെൻസസ്. ഫസ്റ്റ് മെൻസസിന്റെ കൂടെ തന്നെ ചിലപ്പോൾ മെനറേജിയ ആകാം, അല്ലെങ്കിൽ ക്ലൈമാക്ട്രിക്കിന്റെ സമയത്ത്. സബൈനാണ്. ഓക്കെ. അടുത്തത് മെൻസസ് ഇറഗുലർ, കോപ്പിയസ്, ഡാർക്ക് ഫ്ലൂയിഡ് വിത്ത് പ്രസിംഗ്, ലേബർ ലൈക്ക് പെയിൻ ഇൻ അബ്ഡോമൻ, കണ്ടിന്യൂസ് ഡിസ്ചാർജ് ഓഫ് വാട്ടറി ബ്ലഡ് അണ്ടിൽ നെക്സ്റ്റ് പീരീഡ്. ഇത് സബൈനല്ലേ? സബൈനയാണ്. രണ്ടും ഒരുമിച്ച് വന്നത്. സി കെയിലാണ് ആൻസർ. സോറി, മാറിപ്പോയത്. സി കെയിൽ തന്നെയാണ്. സി കെ കോർ. പിന്നെ ഇത് മെനറേജിയ ഹാസ് നോട്ട് ബീൻ വെൽ സിൻസ് ഹെർ ലാസ്റ്റ് മിസ്കാരേജ്, എ സിംഗിൾ ഡോസ് അറ്റ് ന്യൂമോൺ. ലിപ്പിന്റെ ഒരു കോട്ട് പറഞ്ഞത് സൾഫർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മെട്രേജിയ വിത്ത് വയലന്റ് ക്രാംസ് ആൻഡ് യൂട്രൈൻ കോളിക് ഇൻ ക്ലോറോസിസ് ആഫ്റ്റർ അബോർഷൻ, ലേബർ, മിസ്കാരേജ്, അറ്റ് ക്ലൈമാക്ട്രിക് വിത്ത് ക്യാൻസർ യൂട്രൈൻ. എല്ലാത്തിനും കൂടെ മെട്രേജിയ വരുന്ന ഒരു കണ്ടീഷനില് ഫോസ്ഫറസ് എസ്റ്റലാഗോ ആണ് ഈ ക്യാൻസർ യൂട്രൈ അറ്റ് ക്ലൈമാക്ട്രിക് നിലയിൽ ബ്രാക്കറ്റ് പറഞ്ഞത്. യെസ്, ക്ലാബ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്തത് മെട്രേജിയയില് മെനറേജിയ ഫ്ലോ പ്രൊഫ്യൂസ് ഗഷിംഗ് ബ്രൈറ്റ് റെഡ് at least movement, Sabina bracket from displaced uterus at the climactic every 2 weeks, dark clotted blood. അതില് ക്ലാബ്സ് അസ്ലാഗോ ആണ് ബ്രാക്കറ്റ് പറഞ്ഞത്. മെഡിസിന് ഏതായിരിക്കും? ട്രിലിയാണ്. ഇനി കുറച്ച് എന്തിനാ എന്താണ് മെൻസസ് ആയിട്ട് കുറച്ച് വേറെ റിലേറ്റ് ചെയ്ത് ബാക്കി സിംറ്റംസ് ഒക്കെ കേട്ടോ. ആഫ്റ്റർ മെൻസസ് എക്സോസ്റ്റഡ്, ഫിസിക്കലി ആൻഡ് മെന്റലി, സ്കേഴ്സ്ലി ഏബിൾ ടു സ്പീക്ക്, കാർബോഅൻമാലിസും കോക്കുലസും ബ്രാക്കറ്റിൽ വന്നത് ആണ്. ഫിസിക്കലി ആൻഡ് മെന്റലി വീക്ക്. ഓക്കെ, അലുമിന. ഓക്കെ.
ഇനി the discharge of blood between periods at every little accident, a long walk after a very hard stool. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഹാർഡ് സ്റ്റൂളിന് ശേഷം ആംബ്രാഗ്രേസിയ. ഓക്കെ. ഇനി അടുത്ത കോളറ ലൈക്ക് സിംറ്റം അറ്റ് കമൻസ്മെന്റ് ഓഫ് മെൻസ്ട്രേഷൻ, ബോവിസ്റ്റ വെരാട്രം ബ്രാക്കറ്റിൽ പറഞ്ഞത്. അമോണിയം കാർബ്. ഓക്കെ ഓക്കെ. ഇനി അതേപോലെ ഡ്യൂറിംഗ് മെൻസസ് ഡയറിയ ആൻഡ് വോമിറ്റിംഗ്, ബ്ലഡി ഡിസ്ചാർജ് ഫ്രം ദി ബവൽസ്, ഫോസ്ഫറസിൽ പറയുന്നുണ്ട്. ന്യൂറാൾജിക് പെയിൻ ഇൻ ദ ഫീറ്റ്, എല്ലാവരും വേഗം ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഫ്ലോ മോർ പ്രൊഫ്യൂസ് അറ്റ് നൈറ്റ്, യെസ്. അമോണിയം മൂർ. ഓക്കെ, മൂറന്നല്ലേ? ഇനി menstrual and uterine affection with great melancholy, aggravation at menstrual period. ആക്ടി അല്ല ഡോക്ടർ, ഗ്രേറ്റ് മെലങ്കോളി വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. menstrual and uterine affection with great melancholy, ഓറമെറ്റ്. ഓക്കെ, ഓറമെറ്റ് ആക്ടിയിലും ഉണ്ട് ഇതേപോലെ തന്നെ. ഇനി അടുത്ത മെൻസസ് ഫ്ലോ ഓൺലി അറ്റ് നൈറ്റ്, നോട്ട് ഇൻ ദ ഡേ ടൈം. മാക്കാർബിൽ നോട്ട് ഇൻ ദ ഡേ ടൈം തന്നെ പറയുന്നത്. എവറി 2 weeks ഡാർക്ക് ക്ലോട്ടഡ് ബ്ലഡ് വിത്ത് പെയിൻഫുൾ ബിയറിംഗ് ഡൗൺ. സെപ്യ പറഞ്ഞ പോലെ തന്നെ വിത്ത് പെയിൻഫുൾ ബിയറിംഗ് ഡൗൺ ഒക്കെ പറഞ്ഞത്. ബോവിസ്റ്റാണ് കേട്ടോ. ഓക്കെ, എന്തായാലും ഇതൊക്കെ കീ കണ്ടാല് നിങ്ങളെല്ലാവരും കുത്തും. എന്നാലും ഞാൻ വെറുതെ ഒന്ന് കീഴില്ലാണ്ട് വെച്ചു. പിന്നെ അടുത്തത് വിഗാരിയസ് മെൻസ്ട്രേഷൻ, നോസ് ബ്ലീഡ് വിത്ത് when menses should appear, blood spitting or hemoptysis, ഏത് രീതിയിലാകാം. വിഗാരിയസ് മെൻസ്ട്രേഷൻ, ബ്രയോണിയ. ആഫ്റ്റർ അപ്പിയറൻസ് ഓഫ് മെൻസസ്, so weak she can hardly speak. അലുമിന കോക്കുലസ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ പറഞ്ഞതന്നെ. മെൻസസ് ഫ്ലോ only in the morning, menstruation, leukorrhea, diarrhea, all are exhausting. Yes, ആൻസർ കാർബോ അനിമാലിസ്. ഇനി ഇതെല്ലാം ഒഫൻസീവ്, എല്ലാം ഇപ്പൊ എല്ലാം എക്സോസ്റ്റിംഗ് ആണെങ്കിലാണ് നമ്മൾ കാർബോ അനിമാലിസ് പറഞ്ഞത്. എല്ലാം ഒഫൻസീവ് ആണെന്നുണ്ടെങ്കിൽ സോറിനാണ് പറയുന്നത് കേട്ടോ. നമ്മൾക്ക് ക്ലിനിക്കലും കൂടി ഇത് യൂസ് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ ആവുമ്പോൾ. നേരത്തെ മെൻസസ് ടു ഏർലി, ടു ഫീബിൾ, ഓൺലി ഡ്യൂറിംഗ് ദി ഡേ, സീസ് ഓൺ ലൈയിങ് ഡൗൺ. ഇത്ര മാത്രം അറിഞ്ഞത്. ഇത് ഈ കാറ്റഗറിയിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്. ഓൺലി ഡ്യൂറിംഗ് ദി ഡേ അങ്ങനെ. അപ്പൊ ഓൺലി ഡ്യൂറിംഗ് ദി ഡേ, സീസ് ഓൺ ലൈയിങ്. ഞാൻ എടുത്തത് ഇത് കോസ്റ്റിക് ആണ്. അപ്പൊ ഞാൻ കാക്ടസിൽ അതിനോട് ചെറിയ എന്തോ ഒരു ഡിഫറൻസ് കാക്ടസിൽ ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ. അടുത്ത പോട്ടെ, കാക്ടസ് മറ്റേ നമുക്ക് പിന്നെ നോക്കാം. ഇനി അടുത്തത് വിഗാരിയസ് മെൻസ്ട്രേഷൻ ഇൻ ഡെബിലിറ്റേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡിജിറ്റാലിസ് ഫോസ്ഫറസ് ബ്രാക്കറ്റിൽ പറയുന്നത് വിഗാരിയസ് മെൻസ്ട്രേഷൻ ഇൻ ഡെബിലിറ്റേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ക്രോട്ടാലിസ് തന്നെയാണ്. ഈ നേരത്തെ ഹോസ്റ്റലിൽ കാക്ടസിൽ പറയുമ്പോൾ മെൻസ്ട്രസ് ഫ്ലോ സീസസ് വെൻ ലൈയിങ് ഡൗൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കോസ്റ്റികത്തിലാണെങ്കിൽ ഓൺലി ഡ്യൂറിംഗ് ഡേ എന്ന് പറഞ്ഞത് കോസ്റ്റികത്തിലാണ്. കാക്ടസിൽ പറയുമ്പോൾ സീസസ് വെൻ ലൈയിങ് ഡൗൺ എന്ന് മാത്രമാണ് ഈ കാക്ടസിൽ പറഞ്ഞത്. അതായത് ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇനി അടുത്തത് കേട്ടോ, ഇത് ക്രോട്ടാലിസ് തന്നെയാണ്. അടുത്തത് ബുക്ക് വേർബ്സ്, സെൻസിറ്റീവ്, റൊമാൻറ്റിക് ഗേൾസ് വിത്ത് ഇറഗുലർ മെൻസ്ട്രേഷൻ, റേക്സ്, അനാനിസ്റ്റ് ആൻഡ് പേഴ്സൺ ഡെബിലിറ്റേറ്റഡ് ബൈ സെക്ഷൽ എക്സസ്. നമ്മൾ ഈ ബുക്ക് വേംസ് മറ്റൊക്കെ കാണുമ്പോൾ തന്നെ ആൻസർ കിട്ടുമല്ലോ. കോക്കുലസ് ആണ്. അടുത്തത് ഡ്യൂറിംഗ് ദി എഫേർട്ട് ടു മെൻസ്ട്രേറ്റ് ഷീ ഈസ് സോ വീക്ക് ഷീ ഈസ് സ്കേഴ്സ്ലി ഏബിൾ ടു സ്റ്റാൻഡ് ഫ്രം വീക്ക്നെസ് ഓഫ് ലോവർ ലിംസ്. അലുമിന കാർബോ അനിമാലിസിൽ പറഞ്ഞാൽ തന്നെ ആഫ്റ്റർ ഇറ്റ് പീരിയഡ് ഹെമറോയിഡ്സ്. പിന്നെ ആൻസർ കോക്കുലസ് തന്നെയാണ്. രണ്ടും ഒരുമിച്ചായതുകൊണ്ട് പിന്നെ ശരിയല്ല, അത് സ്ലൈഡ് മാറ്റേണ്ടിയിരുന്നു, കുഴപ്പമില്ല. ഇനി അടുത്തത് റാഷ് ബിഫോർ ദ മെൻസസ്. Before the menses, yes,
ഡെൽറ്റ മെറക്കോഡിയത്തിൽ തന്നെയാണ് ചെറിയൊരു ഡിഫറൻസ് മറ്റിൽ പറഞ്ഞു. ഡ്യൂറിംഗ് പ്രൊഫ്യൂസ് മെൻസസ് ആണെന്നുണ്ടെങ്കിൽ മറ്റേ അടുത്ത ബ്രാക്കറ്റിന്റെ ഒക്കെ ഡ്യൂറിംഗ് പ്രൊഫ്യൂസ് മെൻസസ് ആണെന്നെങ്കിൽ ബെല്ല് ക്രഫൈറ്റിസ് ആ പറയുന്നത് കേട്ടോ. The morning sickness during menstruation, very weak and prostrated. Morning sickness വരുന്നത് അലുമിന കാർബാനിമാലിസിലും കോക്കുലസിലും പറയുന്നുണ്ട്. ഡ്രഗ് ഏതാണ്? ഇത് പറഞ്ഞത് ഗ്രഫൈറ്റിസിലാണ് കേട്ടോ. സെപ്പിയലൊക്കെ ഉണ്ടാവും, പക്ഷെ ഗ്രഫൈറ്റിസിലാണ് ഇങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. Feels badly, weak before menstruation, backache before and during menses. Feels badly, weak before menstruation. കാലികാർബാണ്. ഓക്കെ. ഇനി അടുത്തത് മെൻസസ് പ്രൊസീഡഡ് ബൈ സോർ ത്രോട്ട്. ലാക്കനത്തിൽ പറഞ്ഞ പോലെ മെൻസസ് പ്രൊസീഡഡ് ബൈ സോർ ത്രോട്ട്, ലേബർ ലൈക്ക് പെയിൻ, കട്ടിംഗ് കോളിക്, ബാക്ക് വീക്ക്നെസ്, ചില്ലിനെസ്, ഫ്ലോ only at night or when ceasing when walking, acrid dark pitch like, difficult to wash off. മെഡോർണത്തിന് പറഞ്ഞ പോലെ തന്നെ difficult to wash off. മാക് കാർബാണ്. മാക് ഫോസ് ആരോട്ടുണ്ട്, മാക് കാർബിലാണ് കേട്ടോ. അതേപോലെ പറയണേ. ഓക്കെ. അടുത്തത് മെൻസസ് വിത്ത് ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ് അറ്റ് എവറി സ്പീഡ്, ഫ്ലോ, ബ്ലാക്ക് ക്ലോട്ടഡ്, spasm and pains, aggravation back when walking, extend into thigh, metrorrhagia at aggravation at night in bed causing hysteria. മെട്രേജിയ ഒക്കെ കൊണ്ട് ഹിസ്റ്റീരിയ ഒക്കെ ഉണ്ടാവുന്ന ഒരു ഡ്രഗ് ആണ്. അതിന്റെ കൂടെ തന്നെ മെൻസസിന്റെ സമയത്ത് വിത്ത് ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ് അറ്റ് എവറി സ്പീഡ്, മെൻസസിന്റെ സമയത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നതാണ്. സാധാരണ എല്ലാവർക്കും മെൻസസ് ഭയങ്കര ബുദ്ധിമുട്ടല്ല. മാഗ്മോർ ആണ്. അടുത്തത് മെൻസസ് ഏർലി ഫ്ലോ, ഡാർക്ക് സ്ട്രിഞ്ചി, pains, aggravation before, amelioration when flow begins, pain starting like lightning shooting, aggravation right side, amelioration by heat and bending double, vaginismus. സാധാരണ പറയണം it is. മാക്ഫോസ്. ഓക്കെ. ഇനി അടുത്തത് intense menstrual colic with the drawing up of knees and terrible bearing down labor like pains, must press feet against support as in labor. Yes. Medorina. Okay. Menses profuse, very dark, clotted, stain, difficult to wash out. നമ്മൾ മാക്കാർബിൾ പറഞ്ഞപ്പോൾ ബ്രാക്കറ്റ് പറഞ്ഞ പഠിച്ചിരുന്നു. ഓക്കെ. രണ്ട് ഓസ്യം ഒരുമിച്ച് വന്നുകൊണ്ട് രണ്ടിന്റെ ആൻസർ മെഡോറിന തന്നെയാണ്. പിന്നെ അടുത്തത് ആനസ് ബി വെരി സെൻസിറ്റീവ് ഐദർ വിത്ത് ഓർ വിത്തൗട്ട് ഹെമറോയിഡ്സ്, ആനസ് സോർ ഡ്യൂറിംഗ് മെൻസസ്. മതി. മെൻസസിന്റെ സമയത്ത് ആനസ് സോർ ഡ്യൂറിംഗ് മെൻസസ്. മുയൂരിയാറ്റിക് ആസിഡ് ആണ്. ഓക്കെ. അടുത്തത് കംപ്ലൈൻസ് ദാറ്റ് ആർ കണ്ടിന്യൂലി റിലാപ്സിംഗ്, മെൻസസ്, ലൂക്കോറിയ എന്തോ ആയിക്കോട്ടെ കണ്ടിന്യൂലി റിലാപ്സിംഗ് ആണ്. പേഷ്യൻസ് സീംസ് ടു ഗെറ്റ് ഓൾമോസ്റ്റ് വെൻ വെൽ, ഡിസീസ് റിട്ടേൺ അഗെയിൻ ആൻഡ് അഗെയിൻ. നേരത്തെ പറഞ്ഞതിലുള്ള പോലെ തന്നെ കംപ്ലൈന്റ് ഒക്കെ നിന്നു എന്ന് വിചാരിക്കും, വീണ്ടും വരുന്നു. അതന്നെ. സൾഫറിലാണ്. ഓക്കെ. അടുത്ത irregular menses of nearly every form, early, late, scanty, profuse, amenorrhea or menorrhagia when associated with above named symptom എന്ന് പറഞ്ഞാൽ വേറെ കുറെ സിംറ്റംസ് പറയുന്നുണ്ട്. വീക്ക്നെസ് ഇതൊക്കെ പറയുന്ന കുറെ സിംറ്റംസ്. സെപ്പിയാണ് കേട്ടോ. വെൻ above named symptom എന്ന് പറഞ്ഞാൽ പറയുന്നത് പ്രൊലാപ്സ് ഉണ്ടാവുന്ന സമയത്തിലെ കുറെ സിംറ്റംസ് ബിയർ ഉണ്ടാവണൊക്കെ പറയുന്നത്. ഓക്കെ. Every menstrual nisus, sore throat, mouth, tongue, intolerably dry, especially when sleeping,
നെക്സ്റ്റ് മൊസ്കേറ്റ പറയുന്ന കൂടെ നെക്സ്റ്റ് മൊസ്കേറ്റ ബ്രാക്കറ്റിൽ ഞാൻ പറഞ്ഞു അതല്ലാതെ അതെന്തെല്ലാരും നെക്സ്റ്റ് മൊസ്കേറ്റ അതന്നെ ഓക്കെ ടാരന്റുലയിലാണ് പറയണത് നെക്സ്റ്റ് മൊസ്കേറ്റ നമ്മൾ ബ്രാക്കറ്റിൽ പറഞ്ഞില്ല അതന്നെ ഓക്കെ ഇനി അടുത്തത് always feels better everywhere as soon as the menses begin to flow. It relieves all health suffering, but they return again soon after the flow ceases. നമ്മൾ ഏതായാലും സിംഗത്തിൽ എത്തിയല്ലോ അത് ലാസ്റ്റ് വേർഡ്സിനായിട്ട് സിംഗം പറ്റും എത്രയേ ഉള്ളൂ കേട്ടോ ഞാനൊരു എന്താണ് നമ്മളൊരു വെറുതെ ഒരു ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഠിച്ച മെഡിസിൻസിനൊന്ന് ഇത് ചെയ്തേ ഉള്ളൂ എല്ലാവരും നല്ല രീതിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എന്താണ് കീ കണ്ടിട്ട് തന്നെ കുത്തണ്ട നമ്മള് ക്ലിനിക്കലി ആണെങ്കിലും നമുക്ക് ഇതൊന്നൊരു ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ചെറുതായിട്ടൊന്ന് ചെയ്തതാണ്